കളിക്കാരൻ. ഈ പെൺമക്കളെ ഒന്നിനെയും ജീവനോടെ വെച്ചേക്കരുത്, കൊന്നുകളയണം. അല്ല, എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ആരും എന്നോട് പരിഭവിക്കരുത്, കാരണം ഇത് എന്റെ അഭിപ്രായമല്ല. മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കരുടെ അഭിപ്രായമാണിത്. ഓ ക്ഷമിക്കണം, ഞാൻ പറയാൻ മറന്നു. എന്റെ കഥയിലെ പ്രധാന കഥാപാത്രമാണ് മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കർ. നല്ല വെളുത്ത നിറം, 40-49 വയസ്സ് പ്രായം, പിന്നെ മുച്ചീട്ട് കളിയാണ് തൊഴിൽ. ഇദ്ദേഹത്തിന്റെ ഒരു കണ്ണ് പണ്ടെങ്ങോ ഒരു ധർമ്മസമരത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. മറ്റൊരു കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. പ്രായം 26, താനെ കറുമ്പൻ, ലേശം കോങ്കണ്ണ്, തൊഴിൽ പോക്കറ്റടി. ആളുകൾ ഇയാളെ വിളിക്കുന്നത് പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പ എന്നാണ്. സത്യത്തിൽ ആളത്ര മണ്ടനൊന്നുമല്ല. മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കരാണ് ഇയാൾക്ക് ആ പേരിട്ട് കൊടുത്തത്. ഒരിക്കൽ ബീഡി വലിച്ച് മൂക്കിൽ കൂടി പുകവിടാനുള്ള അത്ഭുത വിദ്യ പോക്കര മുത്തപ്പയെ പഠിപ്പിച്ചത്. 1 രൂപയായിരുന്നു ഫീസ്. മണ്ടൻ ആറാം പറഞ്ഞു, നമുക്ക് 10 അണവും തരാനുണ്ട്. ഓനെ മൂക്കിൽ കൂടെ പുകവിടാൻ പഠിപ്പിച്ച ഞമ്മളാ. ഒറ്റക്കണ്ണൻ പോക്കരുടെ ഈ പ്രസ്താവനയാണ് ആകെ കുഴപ്പമുണ്ടാക്കിയത്. അതിൽ പിന്നെ മുത്തപ്പ മണ്ടൻ മുത്തപ്പയായി എന്ന് മാത്രമല്ല, ഓരോ തൊഴിലും കിട്ടാണ്ടാവുകയും ചെയ്തു. അങ്ങനെ പോക്കറ്റടി തൊഴിലാക്കി. സാഹചര്യം അതാണല്ലോ ഒരുവനെ കുറ്റവാളിയാക്കുന്നത്. എന്നാൽ പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പയെ ആരും അറിയാതെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവിടെ. സൈനബ, മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കരുടെ മകൾ. അതിസുന്ദരിയായ ഒരു പെണ്ണ്. മധുര 17ഉം മധുര 18ഉം കഴിഞ്ഞ് ഇപ്പോൾ മധുര 19 നിൽക്കുന്നു. ഇവളാണ് ഈ കഥയിലെ നായിക, സൈനബ. അതെ, വിഖ്യാത സാഹിത്യകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ഹോരയാണവൾ, സുവർക്കത്തെ റാണിയാണവൾ, മുഞ്ചുള്ള മഞ്ചാടി കുരുന്നാണവൾ, കൊഞ്ചും മൊഴിയുടെ അഴകാണവൾ, പഞ്ചമ പാടും കിളിയാണവൾ. ഗ്രാമചന്ത സുന്ദരമായി ഇരച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. ആ ചന്തയിലെ അതിപുരാതനമായ പൂപ്പരുത്തി വൃക്ഷത്തണലിൽ നിൽക്കുന്നു മുച്ചീട്ട് കളിക്കാരൻ ഒറ്റക്കണ്ണൻ പോക്കർ. അയാൾ തന്റെ കലാപരിപാടികൾ തുടങ്ങുകയാണ്. നിലത്ത് പഴയ പത്രക്കടലാസുകൾ നിരത്തി അതിന്റെ 4 മൂലയ്ക്കും വൃത്തിയുള്ള ചെറിയ കല്ലുകൾ പിറക്കി വെച്ചു. എന്നിട്ട് തന്റെ കയ്യിലിരുന്ന ഒരു കെട്ട് പുത്തൻ ചീട്ടിൽ നിന്നും 3 എണ്ണം തിരഞ്ഞെടുത്ത് അത് മാലോകരെ ഉയർത്തിക്കാട്ടി. 1 രൂപ ചീട്ടും 2 പുള്ളിച്ചീട്ടും. തന്റെ സത്യസന്ധതയെ വെളിപ്പെടുത്തിക്കൊണ്ട് അയാൾ പ്രപഞ്ചത്തെ നോക്കി മുദ്രാവാക്യം മുഴക്കി. ആ ബേ രാജാ ബേ, 1 വെച്ച 2, 2 വെച്ച 4, രൂപത്തെ വച്ച നിങ്ങൾക്ക്, പുള്ളിയ വച്ച ഞമക്ക്, ആർക്കും വെക്ക, മായമില്ല മന്ത്രമില്ല. ഒരു മാജിക്കുകാരന്റെ കൈയടക്കത്തോടെ അയാൾ ചീട്ടുകൾ പത്രക്കടലാസിൽ കമഴ്ത്തിയിട്ടു. ആളുകൾ തടിച്ചുകൂടി. അവർ ആ ചീട്ടുകൾക്ക് മുകളിൽ കാശ് വെച്ചു. എന്നാൽ ചീട്ട് നിവർത്തിയപ്പോൾ കാശ് മുഴുവൻ പോക്കർക്ക്. തോറ്റെന്ന് കരുതി ആളുകൾ പിന്തിരിയുന്നില്ല. വീണ്ടും വീണ്ടും കളിക്കുന്നു. 1 വച്ചാൽ 2 കിട്ടാൻ ആഗ്രഹമില്ലാത്തവരായി ആരാണുള്ളത്? 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്തതും. ഒരിക്കൽ മഹത്തായി മുച്ചീട്ടുകളി അഭ്യസിക്കുന്നതിനായി മണ്ടൻ മുത്തപ്പ ഒറ്റക്കണ്ണൻ പോക്കറിൽ ചെന്നതാണ്. പക്ഷേ അയാൾ പറഞ്ഞു, നീ പോട കൈത, എന്റെ തലമണ്ടി വല്ലതുണ്ടോ, പോയിട്ട് തലച്ചോറുമായിട്ട് വാ. ഈ ആക്ഷേപം മുത്തപ്പയെ നന്നായി വേദനിപ്പിച്ചു. ഇയാൾ ഒരുത്തം കാരണം നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. ആ ഡ്രൈവർ പാപ്പുണ്ണിക്ക് ശിഷ്യപ്പെട്ട് ഒരു ഡ്രൈവറായി തീരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒറ്റക്കണ്ണൻ നമ്മൾ ഒന്നിനും കൊള്ളാത്തനാക്കിയില്ലേ. എന്നാൽ പോക്കറ്റടിക്കാരനായതിൽ മണ്ടൻ മുത്തപ്പയ്ക്ക് വിഷമമൊന്നുമില്ല. മുച്ചീട്ട് കളി പോലെ എവിടെയെങ്കിലും കൊത്തിയിരുന്ന ലാഘവ
സാധിക്കില്ലടി. അതിനല്പം ചങ്കൂറ്റം വേണം, ക്ഷമ വേണം, ഏകാഗ്രത വേണം, പിന്നെ ബഹുജനങ്ങളുമായി സമ്പർക്കം വേണം. ചുരുക്കത്തിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരണം, കൂട്ടുജീവിതം നയിക്കണം. ഇങ്ങനെ ജനങ്ങളോടൊപ്പം ചേർന്ന് അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരുന്നെന്നൊക്കെ ഭാവിച്ച് അവർ പോലും അറിയാതെ പോക്കറ്റ് ചോർത്തുന്നവർ അനവധിയാണ് ഇന്നും. ഒരിക്കൽ പോക്കറ്റ് അടിച്ച് കിട്ടിയ കാശുമായി മണ്ടൻ മുത്തപ്പ മുച്ചീട്ട് കളിക്കാനെത്തി. ആ ബേ രാജ ബേ, ഒന്ന് വെച്ച രണ്ട്, രണ്ട് വെച്ച നാല്. അപ്പോഴാണ് ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മുത്തപ്പയെ കാണുന്നത്. ആരിക്കും ബക്കാം, ഏത് മണ്ടൻ കൈതക്കും ബക്കാം. മണ്ടൻ മുത്തപ്പ ആ ചീട്ടുകളിൽ ഒരണ വെച്ചു. ഒറ്റക്കണ്ണൻ പോക്കർ ചീട്ട് നിവർത്തി. നീ പോട കൈതേ, ഈ കാശി ഞമ്മക്ക്, നീ വെച്ചോടാ, ചോണയുണ്ടെങ്കിൽ വെച്ചോടാ. പക്ഷേ ഇനിയും വയ്ക്കാൻ മുത്തപ്പയുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. അവൻ ഓർത്തു, ബല്ലുവിന്റെയും കായ് അത് അനുഭവിക്കാൻ നമുക്ക് യോഗമില്ല. അത് ശരിയാണ്, അർഹതയില്ലാതെ അന്യന്റെ മുതൽ അനുഭവിക്കാൻ ആരും ആഗ്രഹിക്കരുത്. മുത്തപ്പ അവിടെ നിന്ന് നേരെ പോയത് സൈനബയുടെ അടുത്തേക്കാണ്. അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന മുട്ടയും ഇടിയപ്പവും മുത്തപ്പയ്ക്ക് കൊടുത്തു. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. നീ സൈനബി, നിനക്ക് മണ്ടൻ മുത്തപ്പ ഇഷ്ടമാണോടി എന്നാരെങ്കിലും ചോദിച്ചാൽ, മുത്തപ്പ മണ്ടനൊന്നുമല്ല കേട്ടോ, അത് ചുമ്മാ ബാപ്പയും മറ്റും പറയണതാ. അവൾ അത്രേ പറയൂ. മുത്തപ്പയെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും പല രാത്രിയിലും അവൻ ഉറക്കം വരാറില്ല. കാരണം കണ്ണൊന്നടച്ചാൽ കൽവിനകത്തൊരു പൊന്നിൻ ചിലങ്ക കിലുക്കുന്നു സൈനബ. പട്ടുപവാടയും തട്ടവുമിട്ടവൾ പൊട്ടിച്ചിരിച്ചെന്നും വന്നണയും. ഒറ്റക്കണ്ണൻ പോക്കർക്ക് മകളെ കുറിച്ച് യാതൊരു സംശയവുമില്ല. ഒരു 500 രൂപയെങ്കിലും സ്വരുകൂട്ടി അവളുടെ കാതിലും കൈത്തിലും വല്ല പൊൻപണ്ടങ്ങളും ഇട്ട് കഴിച്ചില്ല പകയുള്ള യോഗ്യന്മാർക്ക് ആർക്കെങ്കിലും നിക്കാഹ് കഴിപ്പിച്ച് കൊടുക്കണം. ആ വിചാരമാണ് അയാൾക്കെപ്പോഴും. ഒരു ദിവസം ചന്ത വിരിഞ്ഞ് കുറെ കപ്പകിഴങ്ങും വാങ്ങി ഒറ്റക്കണ്ണൻ പോക്കർ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, സൈനബയുടെ മടിയിൽ തലയും വെച്ച് കിടക്കുന്നു മണ്ടൻ മുത്തപ്പ. ബാപ്പയെ കണ്ടതും സൈനബ ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു. പോക്കറുടെ കണ്ണു ചുവന്നു. അയാൾ അലറിക്കൊണ്ട് കയ്യിലിരുന്ന ഒരു മുട്ടൻ മരിച്ചിന് കിഴങ്ങെടുത്ത് മുത്തപ്പയുടെ നെഞ്ചു നോക്കി ആഞ്ഞെറിഞ്ഞു. ഏറുകൊണ്ട് അവൻ താഴെ വീണു. നായിന്റെ മോനെ, ഇന്ന് നമ്മളിന്ന് കൊല്ലും. മുത്തപ്പ പ്രതികരിച്ചില്ല. അവൻ മെല്ലെ എഴുന്നേറ്റ് വിനയത്തോടെ പറഞ്ഞു, ഞാൻ വല്ലതും ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പൊറുത്ത് മാപ്പാക്കണം. നമ്മളിന് പോക്കറ്റ് അടിക്കാൻ പോണില്ല. നീ തൊണ്ടം പോണടാ കൈതേ. നമുക്ക് മുതൽ ചായന്റെ കച്ചവടം തുടങ്ങുമ്പോഴാണ്. നമുക്ക് സൈനബനെ നിക്കാഹ് കഴിപ്പിച്ചു തരണം. എടാ കള്ള ഹറാമി, എന്റെ അകത്തളത്തിൽ നിന്ന് വെളിയിറങ്ങടാ. മുത്തപ്പ പോയി. വിവരം കാട്ടുതീ പോലെ പടർന്നു. ജനങ്ങൾ 2 ചേരിയിലായി. പക്ഷേ എല്ലാവർക്കും ഒരു സംശയം. ഈ സൈനബ ആരുടെ ചേരിയില്? നമ്മുടെ ചേരിയില്. നെഞ്ചത്തടിച്ചോണ്ട് മുത്തപ്പ പറയും. പക്ഷേ ഒറ്റക്കണ്ണൻ പോകര് പറയും, നീ പോട കൈത, നമ്മുടെ പുന്നാര മോള സൈനബ. പക്ഷേ സൈനബ ആരുടെ പക്ഷത്താന്ന് ആർക്കും ഒരു വ്യക്തതയില്ല. ഈ പെണ്ണിന്റെ മനസ്സ് കൊണത്ത ചെയ്യും ആളുകൾ സംയുക്തമായി പ്രസ്താവിച്ചു. നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു വെള്ളി രൂപയുമായി മണ്ടൻ മുത്തപ്പ ചന്തയിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ബേ രാജാ ബേ, ഒന്ന് വെച്ച 2, 2 വെച്ച 4. അപ്പോഴാണ് ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മുത്തപ്പയെ കാണുന്നത്. ആരിക്കും വെക്കാം, ഏത് മണ്ണൻ ചെറ്റക്കും വെക്കാം. മണ്ടൻ മുത്തപ്പ ആ ചീട്ടുകളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അതിൽ ഒന്നിന്റെ പുറത്ത് 1 രൂപ വെച്ചു. ഒറ്റക്കണ്ണൻ പോക്കർ ചീട്ട് നിവർത്തി. കാണികൾ ആവേശം കൊണ്ടോ ഹായ് ഹായ്, മണ്ടൻ മുത്തപ്പയ്ക്ക് 1 രൂപ അടിച്ചു. കളി തുടർന്നു. 2, 4, 8. അന്ന് 15 രൂപ മണ്ടൻ മുത്തപ്പയ്ക്ക് കിട്ടി. അന്ന് രാത്രി ഒറ്റക്കണ്ണൻ പോക്കർ മകളെ വിളിച്ചു പറഞ്ഞു, മോളെ സൈനബ, 22 കൊല്ലമായി ആരും തോൽപ്പിച്ചിട്ടില്ലാത്ത ബാപ്പ ഇന്ന് 15 രൂപയ്ക്ക് തോറ്റു. ആ മണ്ട ഹറാമിയ തോൽപ്പിച്ചത്. ആ
മണ്ടൻ ഹറാമിയെ തോൽപ്പിച്ചത്. അടുത്ത ചന്ത വരട്ടെ, നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്കിലും അടുത്ത ചന്തയ്ക്കും വിജയം മണ്ടൻ മുത്തപ്പയ്ക്ക് തന്നെ. 12 ചന്ത കഴിഞ്ഞു മുത്തപ്പ, മുച്ചീട്ട് കളിയിൽ ജയിച്ചു കേറി, സമ്പാദ്യമെല്ലാം തകർന്നൊരു പോക്കര്, മുത്തപ്പ തന്നോട് സന്ധി ചെയ്തു. എടാ മുത്തപ്പ, സൈനബാനെ കെട്ടിക്കാൻ വെച്ചിരുന്ന കായ് മുഴുവൻ തീർന്ന്. നമ്മളിപ്പോ കടം മേടിച്ചാ കളിക്കണത്. അതുകൊണ്ട് നീ ഇനി കളിക്കാൻ വരരുത്. നിനക്ക് ചന്ത തോറും 5 രൂപയുടെ കാശ് നമ്മള് തന്നേക്കാം. കാശൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ചായന്റെ കച്ചവടമുണ്ട്. സൈനബാനെ കെട്ടിച്ചു തന്നാ പിന്നെ നമ്മള് കളിക്കാൻ വരില്ല. ബഹുജനങ്ങൾ മുത്തപ്പയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒറ്റക്കണ്ണൻ പോക്കർ സൈനബാനെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുത്തു. പക്ഷേ ഈ ഒറ്റക്കണ്ണൻ പോക്കർക്ക് ഒരു മനസമാധാനവുമില്ല. ഈ മണ്ടൻ മുത്തപ്പയ്ക്ക് എങ്ങനെ രൂപച്ചിട്ട് രൂപ വയ്ക്കാൻ സാധിക്കുന്നു? ഈ ചോദ്യം അയാളെ സദാ അലട്ടിക്കൊണ്ടിരുന്നു. മുത്തപ്പ പറഞ്ഞു, എന്റെ ബുദ്ധി. എടാ മോനെ, നിനക്ക് എവിടുന്ന ബുദ്ധി? നല്ല കാശ് കൊടുത്ത് മൂക്കി കൂടെ പൊഹവിടാൻ പഠിച്ച യോഗ്യനല്ലേ നീ? അതുകൊണ്ട് നമ്മളോട് സത്യം പറ, നമ്മളോട് സത്യം പറ. അത് നമ്മുടെ കെട്ടിയോള് സൈനബ പഠിപ്പിച്ചിരുന്നതാ. എങ്ങനെ? അവൻ ആ സത്യം പറഞ്ഞു. ഒറ്റക്കണ്ണൻ പോകര് നടുങ്ങി. അയാൾ ആ ചീട്ടുകെട്ടെടുത്ത് പരിശോധിച്ചു. എല്ലാ രൂപച്ചീട്ടിലെ അടയാളം, ഓരോ രൂപച്ചീട്ടിന്റെ മൂലകളിലും സൂചി കൊണ്ടുള്ള 4 ചെറിയ കുത്തുകൾ. എടാ മുത്തപ്പ, നീ പറ, ഈ പെൺമക്കൾ ഒന്നിനെങ്കിലും ജീവൻ